ഇംഗ്ലീഷ് വിത്ത് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 3 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു? 2 ക്വസ്റ്റ്യൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ? ഡിഡ് മദർ ഗിവ് മീ എ പെൻ എന്നാണ്. ഈ സെന്റൻസ് ആരംഭിച്ചത് ഏതിലാണ്? ഡിഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? കുറച്ചുകൂടെ അതെ, പാസ്റ്റ് ആണ്. ആരുടെ പാസ്റ്റ്? ഡു ഡസ്. ഇവയുടെ പാസ്റ്റ് ആണ് ഏതാ? ഡിഡ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലായി. ഡിഡിൽ ആരംഭിക്കുന്ന ഒരു ചോദ്യത്തിന്റെ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ വാസ്, വെയർ ഇവയിൽ ഏതിലെങ്കിലും ഒരു ഓക്സിലറി തുടങ്ങാം. ഇതിൽ ഏതാണ് വരേണ്ടത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഈ സെന്റൻസിന്റെ ഓബ്ജക്റ്റ് നോക്കിയിട്ടാണ്. ഈ സെന്റൻസിൽ ഇവിടെ നോക്കൂ, 2 ഓബ്ജക്റ്റുകൾ കാണാം. ഒന്ന് മീ എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, രണ്ടാമത്തത് എ പെൻ എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. അങ്ങനെ 2 ഓബ്ജക്റ്റുകളാണ് ഈ സെന്റൻസിനകത്തുള്ളത്. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏതൊക്കെ ഓബ്ജക്റ്റാ? ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്. ഇവിടുത്തെ വെർബ് ഏതാ? ഗീവ് ആണോ? അല്ല. പിന്നെന്താ? ഡിഡ് ഗീവ് കൂടെ ചേരുമ്പോൾ എന്തായി? ഗേവ്. അർത്ഥം എന്താ? കൊടുത്തു, നൽകി. എന്തു നൽകി എന്ന് ചോദിച്ചേ? എ പെൻ. വെറും പെൻ അല്ല, എ പെൻ. അതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പൊ ഈ ഓബ്ജക്റ്റ് ഏതാ? ഡയറക്റ്റ് ഓബ്ജക്റ്റ്. എന്താ ഡയറക്റ്റ് ഓബ്ജക്റ്റ്? ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താ? ആർക്ക് കൊടുത്തു ചോദിച്ചു നോക്കൂ. മീ, എനിക്ക്. ഇതെന്താ? ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെ 2 ഓബ്ജക്റ്റ് ഉള്ള സെന്റൻസുകൾ ഉണ്ടാകും. ഇത് 2 ഓബ്ജക്റ്റിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇതിൽ ഏത് ഓബ്ജക്റ്റ് വേണമെങ്കിലും എടുത്ത് ആൻസർ ചെയ്യാം. നമുക്കിപ്പോ 2 ഓബ്ജക്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആദ്യം നമുക്ക് ഇതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എടുക്കാം. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇവിടെ ഏതാണ്? എ പെൻ. അപ്പൊ എ പെന്നിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? എ പെൻ. എ പെൻ അല്ലേ? എ പെൻ. ഇനി ഇവിടുത്തെ ഓബ്ജക്റ്റ് എ പെൻ എന്ന സിംഗുലർ ആണ്. വെർബ് എന്താണ്? പാസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ സെന്റൻസ് ഉണ്ടാക്കും. എന്താ ഉപയോഗിക്കേണ്ട? വാസ് ഓർ വെയർ. എന്ത് ഉപയോഗിക്കണം? വാസ് ഓർ വെയർ. അപ്പൊ എ പെൻ വാസ് എന്നാണോ? എ പെൻ വെയർ എന്നാണോ? എ പെൻ വാസ്. ഇവിടെ ആരംഭിച്ചത് ഏത് വെർബിലാ? ഓക്സിലറിയിൽ. അതുകൊണ്ട് ഇപ്പോൾ എ പെൻ വാസ് എന്ന് പറഞ്ഞ ആ വാസ് എന്ന ഓക്സിലറി എവിടെ വരണം? ആദ്യം പോകണം. അപ്പൊ നമുക്ക് അത് അവിടെ എഴുതാമല്ലോ. അപ്പോ ഓക്സിലറി പരിചയപ്പെടുത്താനാണ് എ പെൻ ആദ്യം എഴുതിയത്. അപ്പോ വാസ് എ പെൻ. വാസ് എ പെൻ കണ്ടല്ലോ. വാസ് എ പെൻ. അടുത്ത എന്താ പറയണ്ടേ? വെർബ്. വെർബ് ഏതാ? എ വന്നാണുള്ളത് അല്ലേ? അപ്പോ അതിന്റെ പ്രസന്റ് ഏതാ? ഗീവ്. പാസ്റ്റ് ടെൻസ് ഏതാ? ഗേവ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് 3 ഏതാ? ഗീവ്, ഗേവ്, ഗിവൺ. അപ്പോ വാസ് എ പെൻ ഗിവൺ. ഇവിടെ എന്താ പറയണ്ടേ? ഗിവൺ. ആർക്കാണ് ഈ പേന കൊടുത്തതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. ആർക്കാ? മീ. ആരാണ് ഈ പേന തന്നത്? അമ്മ, മദർ. അതിനാൽ ഇവിടെ ബൈ ബൈ ആരാ? മദർ. ബൈ മദർ. ഇതാണ് എന്റെ ആൻസർ. എന്നല്ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ് എ പെൻ ഗിവൺ മീ ബൈ മദർ. പറഞ്ഞ മനസ്സിലായി? ഈ സെന്റൻസിൽ ഓബ്ജക്റ്റ് ഏതാ ഇവിടെ? എ പെൻ. അത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി ഇവിടെ ആരുണ്ട്? വീണ്ടും ഒരു ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എടുക്കുന്നു. ഈ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? മീ എന്നതാണ് അല്ലേ? ഈ മീ എന്ന ഓബ്ജക്റ്റ് വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ മീ എന്ന് പറയുന്ന ആരുടെ രൂപമാണെന്ന് അറിയാമോ? നിങ്ങൾ പ്രോനൗൺസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഐ പഠിച്ചിട്ടുണ്ടല്ലോ. ഐയുടെ ഒരു രൂപമാണ് ഏതാ? മീ. അതിനാൽ എന്ത് വരും? ഐ. പറഞ്ഞ മനസ്സിലായോ? എന്ത് വരും? ഐ. മനസ്സിലായോ? ഐ. അടുത്ത ഐയുടെ കൂടെ ആരെ ഉപയോഗിക്കണം? വാസാണോ വേറാണോ? പറയൂ. ഐ വാസാണ് ഉപയോഗിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ചോദ്യ രൂപത്തിലാണ്. അതുകൊണ്ട് ഡിഡ് വന്നതുകൊണ്ട് വാസ് ഓർ വെയർ അല്ലല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യ രൂപത്തിലായതുകൊണ്ട് ആദ്യം തേടുന്ന ഇവിടെ ഐയുടെ കൂടെ വെയർ. അപ്പോ വെയർ ഐ. ബാക്കി ഇതിന്റെ വെർബ് ഏതാ?
വേർ ഐ given എന്താ a when ആരാ by mother. പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ ചോദ്യരൂപം അല്ലായിരുന്നെങ്കിൽ ഐ വാസ് ഗിവൺ എന്ന് പറയുമായിരുന്നു. ഐ വാസ് ഗിവൺ. ചോദ്യരൂപം ആയതുകൊണ്ട് വേർ ഐ എന്നെഴുതണം. ചോദ്യരൂപം ആയതുകൊണ്ട് എന്തെഴുതണം? എന്തെഴുതണം? വേർ. ചോദ്യരൂപം അല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തെഴുതും? ഐ വാസ് എന്നെഴുതുമായിരുന്നു. പറഞ്ഞ മനസ്സിലായി? പറഞ്ഞ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഡു ഡസ് ഡിഡിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങൾ വോയിസ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്സിലറി തന്നെ അത് ആൻസർ ചെയ്യണം. അത് മനസ്സിലായല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുമല്ലോ. എന്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടെ വിളിക്കണം. പറഞ്ഞ മനസ്സിലായി? ക്ലാസ്സിലേക്ക് വിളിക്കണം. വിളിക്കുമല്ലോ എല്ലാവരും. ഇംഗ്ലീഷ് വിത്ത് SK എന്നെ ഫോളോ ചെയ്യുമല്ലോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.